ഇപ്പോൾ വരുന്നൊരു വാർത്ത. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തം. മുകളിലെ നിലയിൽ പുക ഉയരുന്നു. വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. വി എസ് രഞ്ജിത്തുണ്ട് നമുക്കൊപ്പം. വി എസ് രഞ്ജിത്ത്, എന്താണ് സംഭവിച്ചത്? നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് രോഗികളുള്ള ഏതെങ്കിലും സ്ഥലത്താണോ ഈ തീപിടുത്തം? ഡോക്ടർ അരുൺ, ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ബി ബ്ലോക്കിൽ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു യൂണിറ്റ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ നഗരത്തിൽ തന്നെയാണ്, അരയടുത്ത് പാലത്തിന് സമീപത്ത് കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ്. ഗുരുതരമായ തീപിടുത്തമാണ് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് പുക ഉയരുന്നത് മാത്രമാണ് കാണുന്നത്. ദൃശ്യങ്ങളിൽ പുക ഉയരുന്നുണ്ട്, മുകളിലത്തെ നിലയിൽ നിന്ന് തീ ആളുന്നതും കാണുന്നുണ്ട്. എത്രത്തോളം നിയന്ത്രണ വിധേയമായി എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആ സ്ഥലത്ത് നമ്മളെ യൂണിറ്റ് അല്പസമയത്തിനകം അവിടെ എത്തും. നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം അവിടുത്തെ യാത്രക്കാരും അതുപോലെ തന്നെ അവിടെ ഓട്ടോ ഡ്രൈവർമാരും നമ്മളിപ്പോൾ അറിയിച്ചതനുസരിച്ച് ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ബി ബ്ലോക്കിൽ നിന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് പുകയുയരുകയും ആ മുകളിലത്തെ നിലയിൽ ഒരു ഭാഗത്ത് തീ ആളി കത്തുകയും ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമവും തുടരുകയാണ്. ആശുപത്രിയുടെ ഏത് വാർഡിന്റെ ഭാഗത്താണ്, എന്തെങ്കിലും വാർഡുകൾ പ്രവർത്തിക്കുന്ന ഭാഗമാണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിവരമില്ല. ബി ബ്ലോക്കിലെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നാണ് തീ ഇപ്പോൾ ആളിക്കത്തുകയും നന്നായി പുകയുയരുന്നുണ്ട്. വലിയൊരു തീപിടുത്തത്തിന്റെ ലക്ഷണമുണ്ട്. കാരണം ഒരു മുറിയുടെ ഭാഗത്ത് നിന്ന് തീ പടരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം തീ ആളിക്കത്തുന്നുണ്ട്. ഈ സ്വാഭാവികമായിട്ടും അത് ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗമാണോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും വാർഡുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ദൃശ്യങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് വി എസ് രഞ്ജിത്ത്. ഇപ്പോൾ നമുക്ക് ഒരു ആകാശ ദൃശ്യം കൂടി കൊടുക്കാവുന്നതാണ്. അല്പം ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കാവുന്നതാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ വരുന്നത് ഒരു ബ്ലോക്കിന്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും കത്തുന്നുണ്ട്. ആശങ്ക വേണ്ടതില്ല എന്നതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് അറിയുന്നു. പക്ഷേ അതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകണം. അല്പസമയം മുമ്പാണ് ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ മുകളിലത്തെ നിലയിൽ തീ പിടിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇത് അവിടെ എനിക്ക് തോന്നുന്നത് താഴത്തെ വാർഡിലേക്ക് ഇത് വന്നിട്ടില്ല. ഏറ്റവും മുകളിലുള്ള ഭാഗത്താണ്, ടെറസിന്റെ മുകളിലുള്ള ഭാഗത്താണ് ഇപ്പോൾ തീ കാണുന്നത്, അല്ലേ? അതെ. ഈ ബി ബ്ലോക്കിന്റെ മുകളിലത്തെ ഭാഗത്താണ്. അവിടെ വാർഡുകൾ പ്രവർത്തിക്കുന്ന ഭാഗമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റെന്തോ ആ ഭാഗത്ത് പ്രവർത്തിക്കുന്നതാണ്. അവിടെ രോഗികൾ കിടക്കുന്ന ഭാഗമല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബി ബ്ലോക്ക് എന്ന് പറയുന്നത് പുതിയ ബ്ലോക്കാണ്. ആ പുതിയ ബ്ലോക്കിന്റെ ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. നന്നായി പുക ഉയരുന്നു എന്നുള്ളതാണ് ആശങ്ക. കാരണം നഗരത്തിലേക്ക് ഈ പുക വ്യാപിച്ചപ്പോഴാണ് അവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെ അത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ അത്രയും പുക ഉയരുന്നത് ഏത് ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ ആ പുക ആശങ്കപ്പെടുത്തുന്നതാണോ, താഴേക്ക് ഈ ആശുപത്രിയുടെ മറ്റു നിലകളിലേക്ക് ഇത് പടർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. നിലവിൽ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടെറസിന്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ടെറസിന്റെ താഴെ നിന്ന് പുക ഉയരുന്നില്ല. ലൈവിലെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ബ്ലോക്കിലെ മുകളിലത്തെ ഭാഗത്താണ് തീ പിടിച്ചിരിക്കുന്നത്. താഴോട്ട് തീ പടർന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് വാർഡുകളിലേക്ക് തീ പടർന്നതായിട്ടില്ല. കാര്യം അവിടുത്തെ ജനലുകളിലൂടെയോ വെന്റിലേറ്ററുകളിലൂടെയോ ഇപ്പോൾ പുക വരുന്നില്ല. വി എസ് രഞ്ജിത്ത്, അതൊരു ആശ്വാസകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് തീ പടരുന്നതായിട്ടാണ്. അപ്പൊ താഴെ നിലയിലേക്ക് തീ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താഴെ നിലയിലേക്ക് തീ ബാധിച്ചിട്ടില്ല. മുകളിൽ പ്രവർത്തിക്കുന്ന വാട്ടർ ടാങ്ക് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംവിധാനം, അവിടുത്തെ ഈ മാലിന്യ സംസ്കരണ യൂണിറ്റ് അങ്ങനെ എന്തോ പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് മുകളിൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ ഹോസ്പിറ്റലിന്റെ ഏറ്റവും മുകളിലത്തെ നില, ഏറ്റവും മുകളിൽ റൂഫ് ടോപ്പിന്റെ ഭാഗത്താണ് തീ പടരുന്നതായിട്ട് ഇപ്പോൾ നമുക്ക് വ്യക്തമായി ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? ഇത് വാർഡിലല്ല തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ആശ്വസിക്കാവുന്ന ഒരു കാര്യം. ആശുപത്രിയുടെ ടെറസിൽ മുകളിലത്തെ നിലയ്ക്ക് മുകളിലുള്ള ടെറസിന്റെ ഭാഗത്താണ് ഇപ്പോൾ തീ പടർന്നു പിടിച്ചിരിക്കുന്നത്. അതെവിടെയാണ് എന്നുള്ളത് ഒരു പക്ഷേ മാലിന്യ സംസ്കരണ സംവിധാനത്തിലോ മറ്റോ ആണോ ഈ തീപിടുത്തം നടന്നിരിക്കുന്നത്? ആ ഭാഗത്തെ ആ സംവിധാനം മൊത്തം കത്തിപ്പോയിട്ടുണ്ട്. അത് താഴേക്ക് പടരാനുള്ള സാധ്യതയുണ്ടോ? അഭിലാഷ്, കേൾക്കാമെങ്കിൽ.
തീർച്ചയായിട്ടും വലിയ തരത്തിലൊരു തീപിടുത്തം തന്നെ ഉണ്ടായിരിക്കുന്നു. അതായത് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ പുതിയ ബ്ലോക്കിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ തീപിടുത്തം കാണുന്നത്. വലിയ തരത്തിലുള്ള പുകച്ചുരുളുകളാണ് ഇപ്പോൾ മുകളിലേക്ക് പോകുന്നത്. ഏതായാലും ആ ഭാഗത്ത് ആശുപത്രി താഴ്ഭാഗങ്ങളിലൊക്കെ ഈ രോഗികളൊക്കെ ഉണ്ട്, ചികിത്സാ സംവിധാനമുള്ള സ്ഥലങ്ങളാണ്. അതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും നിരവധി ഫയർഫോഴ്സ് അടക്കമുള്ള പോലീസ് അടക്കമുള്ള യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. തീക്കെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ്. കാരണം ഇത് എങ്ങനെ തീപിടിച്ചു, അവിടെ എന്തൊക്കെ സംവിധാനമാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അരുൺ, തീ അവിടെ ആളി പടരുന്നുണ്ട്. നിലവിലവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനം താഴെ എത്തിയിട്ടുണ്ടെങ്കിലും തീ അണയ്ക്കുന്ന അവിടത്തേക്ക് വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ബഹുനില കെട്ടിടമാണത്. എനിക്ക് തോന്നുന്നു ഒരു 6 or 7 നിലയില്ലേ ആ ഭാഗം, അതിന് മുകളിലല്ലേ ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. താഴേക്ക് ബ്ലോക്കുകളിലേക്ക് തീ പടർന്നിട്ടില്ല. അതിന് തൊട്ടു താഴെയും രോഗികളും മറ്റ് പരിശോധനാ സംവിധാനങ്ങളും ഉണ്ട് ആ ബ്ലോക്കിൽ. എന്താണ് സാർ വിവരം? അല്ല, ഇവിടെ ബേബി കത്തുന്നുള്ള വരെ കിട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടിയില്ല. അത്ര കിട്ടിയിട്ടുള്ളൂ. ഒന്നും അറിയില്ല, ഡീറ്റെയിൽ ഒന്നും അറിയില്ല. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളൂ, വേറെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ടോ? ഫയർഫോഴ്സൊക്കെ എത്തിയിട്ടുണ്ട്, പോലീസിന്റെ പാർട്ടി എല്ലാവരും എത്തിയിട്ടുണ്ട്. പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. രോഗികൾക്കടക്കം എന്തെങ്കിലും അതൊക്കെ നോക്കുന്നുണ്ട്, സാറുണ്ട് അവിടെ, എല്ലാവരും ഉണ്ട് അവിടെ. ഏതായാലും പോലീസിനും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം മുകൾ ഭാഗത്താണ് ഫയർ യൂണിറ്റ് അടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പുകച്ചുരുളാണ് ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം കൃത്യമായ വിവരമില്ല. ഏതായാലും ഫയർഫോഴ്സ് ഫയർ യൂണിറ്റ് അടക്കം അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ തീയണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ രോഗികൾക്കോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന കാര്യത്തിലും ഈ ഘട്ടത്തിൽ വ്യക്തത എന്നതാണ് വസ്തുത. ഇപ്പോൾ ഇത് ഏത് ബ്ലോക്കാണ് അഭിലാഷ്? ഏത് ബ്ലോക്കിന് മുകളിലാണ്? ബേബി മെമ്മോറിയലിലെ പുതിയ ബ്ലോക്കിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാക്കിയത്. ഏത് സമയത്താണ്? 10 മിനിറ്റ് 15 മിനിറ്റ് അവിടെ എന്താണ് പ്രവർത്തിക്കുന്നത്? ചോദിക്കാമോ അഭിലാഷ്, ഇപ്പോൾ ആ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നൊന്ന് ചോദിക്കാമോ? അത് മാലിന്യ സംസ്കരണ പ്ലാന്റോ മറ്റ് AC-യുടെ എന്തെങ്കിലും സംവിധാനങ്ങളോ എന്തെങ്കിലും ഇലക്ട്രിക്കൽ സംവിധാനങ്ങളോ ആണോ? എന്താണെന്നൊന്ന് ചോദിക്കാമോ? സാർ ഇപ്പോൾ AC ഭാഗത്താണ് സാർ. ഇക്കാര്യത്തിൽ AC പ്ലാന്റിനാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകളല്ല, AC-യുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളാണ് അവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ രോഗികൾക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ല എന്ന് പ്രാഥമികമായുള്ള ഒരു വിലയിരുത്തലാണ് പോലീസിന്റെ ഭാഗത്ത് വരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തതയുള്ള ഉത്തരങ്ങൾ ലഭിക്കും. ടെറസിന് മുകളിലുള്ള AC പ്ലാന്റിലാണ് എനിക്ക് തോന്നുന്നത് തീ പിടിച്ചിരിക്കുന്നത്. രോഗികളും നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ വാർഡിലേക്ക് പകർന്നിട്ടില്ല. ആശങ്ക വേണ്ടതില്ല, പരിഭ്രാന്തി വേണ്ടതില്ല. ഇത് കാണുന്നവർക്കും കോഴിക്കോട്ടുള്ള പ്രദേശവാസികൾക്കും ആശങ്ക വേണ്ടതില്ല. ഇത് തീ പടർന്നു പിടിച്ചിരിക്കുന്നത് AC-യുടെ പ്ലാന്റിലാണ്. AC പ്ലാന്റ് ഈ ടെറസിന് മുകളിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഭാഗത്താണ്. താഴെ നിലയിലേക്ക് അത് പടർന്നിട്ടില്ല, വാർഡിലേക്കും അത് പടർന്നിട്ടില്ല. അതുകൊണ്ട് രോഗികൾ സുരക്ഷിതരാണ്, ജീവനക്കാരുമൊക്കെ സുരക്ഷിതരാണ്. അവരെ അവിടെ ആ നിലയിൽ നിന്ന് മാറ്റുന്നുണ്ട്. വന്നിരിക്കുന്ന രോഗികളെയും തൽക്കാലം അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അല്പസമയത്തിന് മുമ്പായിരുന്നു തീപിടുത്തം. ആശുപത്രിയുടെ ടെറസിലുള്ള AC-യുടെ പ്ലാന്റിലാണ് തീപിടുത്തമുണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആശ്വസിക്കാവുന്ന ഒരു കാര്യം, രോഗികളൊന്നുമില്ല, അത്തരം പ്രശ്നങ്ങളില്ല. ചോദിക്കൂ. അവിടെ ആരെയും ഒഴിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിന് തൊട്ട് താഴെ എന്താണെന്ന് ചോദിക്കൂ. നമ്മൾ അവിടെ ഒന്നും ചെയ്യുന്നതല്ല. ഇതേതാണ് ബ്ലോക്ക്? ഏതാണ് സി ബ്ലോക്ക്? അവിടെ എന്തൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ? അവിടെ നമ്മളെ തിയേറ്ററിന്റെ ഇതൊക്കെയാ വരുന്നത്. 9th ഫ്ലോറിൽ ശരിക്കും മെയിൻ്റെനൻസിൻ്റെതാണ് AC പ്ലാന്റ് ഒക്കെ വരുന്നത്. അവിടെ മറ്റു രോഗികൾ ചികിത്സയൊന്നുമില്ല, സർജറി യൂണിറ്റും ഇല്ല. അത്തരം ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അവിടെ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? അറിയില്ല. സ്റ്റാഫുകൾ മാത്രമേ അങ്ങോട്ട് പോവാറുള്ളൂ. അവരാരെങ്കിലും ഉണ്ടെന്നുള്ളത് മാത്രമേ നമ്മൾ അന്വേഷിക്കുന്നുള്ളൂ. മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഉണ്ടെങ്കിലും. ഏതായാലും അക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരുന്നുണ്ട്. കാരണം അവിടെ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ, രോഗികൾ പോകുന്ന ഒരു ഇടമല്ല എന്നാണ് പറയുന്നത്. AC-യുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ആ ഭാഗത്താണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗികൾ ആരെങ്കിലും ഉൾപ്പെട്ടു എന്നുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതേസമയത്ത് സ്റ്റാഫിൽപ്പെട്ട ആരെങ്കിലും ആ ഭാഗത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. സാധാരണഗതിയിൽ സ്റ്റാഫ് അങ്ങോട്ട് പോകുന്ന ആളുകൾ തന്നെയാണ്, അങ്ങോട്ട് പോകേണ്ട ഇടം തന്നെയാണ്. അതുകൊണ്ട് അവിടെ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ അക്കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധന നടത്തേണ്ടതെന്നാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അടക്കമുള്ള ആളുകൾ പറയുന്നത്.